നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് AC ഇടുന്ന സമയത്ത് കുറയാനുള്ള ചാൻസ് ഉണ്ടോ? ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്ക്. കാരണം ഇതുപോലൊരു സംശയം നമ്മുടെ സെബിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെബിൻ തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, AC ഇട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് എഫിഷ്യൻസി കുറയുമോ? AC ഇടാതെ ബ്രേക്ക് ചവിട്ടുമ്പോഴാണോ ബ്രേക്ക് എഫിഷ്യൻസി കൂടുന്നത്? ഒരു വീഡിയോ ചെയ്യാമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. കാരണം AC ഇട്ടുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്കിന് എന്തെങ്കിലും എഫിഷ്യൻസി കുറവ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എഫിഷ്യൻസി കുറവ് ഒരു കാരണവശാലും വരത്തില്ല. പിന്നെ AC ഇടുന്ന സമയത്ത് ഐഡ്ലിങ്ങിൽ നിൽക്കുമ്പോൾ വാഹനത്തിന് കുറച്ച് RPM കൂടുതൽ, ചെറിയ രീതിക്ക് ഈ RPM എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 RPMത്തിൻ്റെയൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. വലിയൊരു RPM വ്യത്യാസമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാലും ആ ഒരു RPM വ്യത്യാസം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂടുകയോ കുറയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഐഡ്ലിങ്ങിൽ നമ്മുടെ വാഹനം ഇരിക്കുന്ന സമയത്ത്, അതായത് വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിനകത്ത് ഉണ്ടാകുന്ന വാക്യൂം, അല്ലെങ്കിൽ ആ വാഹനം എത്ര RPMത്തിലാണ് കറങ്ങുന്നത്, ഏതൊരു RPMത്തിലാണെങ്കിൽ പോലും ആ ഒരു RPM സെറ്റ് ചെയ്തിരുന്ന വാഹനത്തിൻ്റെ ബ്രേക്കും കൂടെ കിട്ടുന്ന രീതിക്കാണ്. ശരിക്കും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് മാരുതി വാഹനങ്ങളിൽ, അതായത് 2012 തൊട്ട് ഏകദേശം ഒരു 13-14 കാലഘട്ടം വരെയുള്ളൊരു വാഹനങ്ങളിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിഡ്സ്, സ്വിഫ്റ്റ്, ഈ ഒരു 2 വാഹനമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു കമൻറ്റും കൂടെ കൊടുക്കുക. അതായത് സംഭവം വേറെ ഒന്നുമല്ല, വാഹനം ഇടയ്ക്ക് ഐഡ്ലിങ്ങിൻ്റെ ടൈമിൽ, അതായത് AC ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ പോലും AC ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് സ്ലോ സ്പീഡിൽ വെറും ഐഡ്ലിങ്ങിൽ നമ്മൾ എപ്പോഴെങ്കിലും വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാതെ വരുന്നു, ബ്രേക്ക് ഹാർഡായി പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ECM റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ECMൻ്റെ വെർഷൻ ഏതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പുതിയ വെർഷൻ, അതായത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റിനെ കുറിച്ച് മാരുതി സ്റ്റഡി നടത്തി അതിന് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് RPMത്തിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണം, അല്ലെങ്കിൽ RPM കുറവ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നമുക്കൊരു ECM റീപ്രോഗ്രാമിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റീപ്രോഗ്രാമിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5 പൈസ കസ്റ്റമർ അടയ്ക്കേണ്ട കാര്യമില്ല, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് റീപ്രോഗ്രാമിംഗ് ചെയ്തതിന് ശേഷം ഈ ഒരു കംപ്ലയിൻറ്റ് പിന്നെ വന്നിട്ടില്ല. അത് ഈ പറഞ്ഞൊരു കാലഘട്ടത്തിൽ, അത് 2012 തൊട്ട് 2014 വരെയാണ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ഇനി ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കാതെ നേരെ കൊണ്ട് കാണിക്കുന്നതാണ് നല്ല. അതല്ലാതെ സെവൻ ചോദിച്ച ഡൗട്ടിനുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാൽ AC ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ AC ഇടാതെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയോ കൂടുകയോ ചെയ്യുന്നില്ല. നോർമലായിട്ട് എന്ത് എഫിഷ്യൻസിയാണോ നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് കിട്ടുന്നത് അത് തന്നെ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിന് എന്തെങ്കിലും എഫിഷ്യൻസി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കാണിച്ച് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണ്. ഒരു കാരണവശാൽ അതിന് റിസ്ക് എടുക്കാൻ വേണ്ടി അത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് കാണിച്ചത് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.